നമസ്കാരം. അടിച്ചു നക്കുക അല്ലെങ്കിൽ വഴിച്ചു നക്കുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. എന്ന് പറഞ്ഞാൽ പാത്രത്തിലുള്ള കറിയുടെ അല്ലെങ്കിൽ ഭക്ഷണ സാധനത്തിന്റെ അവസാന തരി വരെ കൈകൊണ്ട് വിരൽ കൊണ്ട് ആകെ ഒന്ന് തൂർത്തെടുത്ത് നാക്കുകൊണ്ട് നക്കിയെടുക്കുക. അതിനെയാണ് വഴിച്ചു നക്കുക അല്ലെങ്കിൽ വടിച്ചു നക്കുക എന്ന പ്രയോഗം. അവസാനത്തെ തരി വരെ അവശേഷിക്കാതെ തീർത്തും എടുക്കുക. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതും അതാണ്. ഇലക്ഷൻ എടുത്തപ്പോൾ വഴിച്ചു നക്കൽ തുടങ്ങി, വടിച്ചു നക്കൽ തുടങ്ങി. ഉദാഹരണമാണ് ബാറിന്റെ കാര്യം. ബാറുകളുടെ സമയം രാത്രി 12 മണി വരെയാക്കി നീട്ടിക്കൊടുത്തു. എല്ലായിടത്തും മദ്യത്തിന്റെ ഉപയോഗം പടിപ്പടിയായി കുറച്ചു കൊണ്ടുവരണം എന്ന നയത്തിലാണ് ഈ സർക്കാർ അധികാരത്തിലേറുന്നത്. ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ബാറുകളുടെ എണ്ണം 29 ആയിരുന്നു. പടിപ്പടിയായി കുറച്ച് ബാറുകളുടെ എണ്ണം 884 ആക്കി. ഈ നയം തെറ്റൊന്നുമല്ല, ജനത്തിനെ മടിപ്പിച്ച് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലായിരിക്കാം. ഉദ്ദേശശുദ്ധി. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ മുന്നിൽ കുറച്ച് ലഡു ഒരു ദിവസം കൊണ്ട് വയ്ക്കുന്നു എന്ന് കരുതുക. ഒരു 25 ലഡു കൊതിയനാണ്, കഴിക്കും, 25 കഴിക്കും. അത് കഴിച്ചു തീരുമ്പോൾ വീണ്ടും കൊണ്ടുവയ്ക്കുന്നു. അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും ഒരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ലഡുവിനോട് ഒരു മടുപ്പ് തോന്നും. അതുപോലെ കുടിപ്പിച്ച് മടുപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ലക്ഷ്യത്തോടുകൂടി ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ബാറുകളുടെ എണ്ണം 29 നിന്ന് 884 ആക്കിയത്. അഭിനന്ദിക്കുന്നു സർക്കാരിനെ. ജനം കുടിച്ച് അവസാനം ഈ മദ്യത്തിനോട്, കുടിയോട് ഒരു വിരക്തി ഉണ്ടാകും. അങ്ങനെ ജനം കുടിയിൽ നിന്ന് ഒഴിവാകും. മദ്യവിമുക്ത കേരളമായി മാറും. സർക്കാരിന്റെ ലക്ഷ്യം കൊള്ളാം, ഉദ്ദേശശുദ്ധി കൊള്ളാം. ഇപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് 10 മണിവരെ ഉണ്ടായിരുന്ന ബാറിന്റെ സമയം 12 മണിവരെ ആക്കി കൊടുത്തത്. ആളുകൾ പരമാവധി കുടിക്കട്ടെ, അങ്ങനെ കുടിച്ച് മദ്യത്തിനോട് ഒരു വിരക്തി ഉണ്ടാകട്ടെ. ടൂറിസം മേഖലകളിൽ മദ്യത്തിന് 12 മണിവരെ അനുവാദമുണ്ട്. മറ്റ് മേഖലകളിലാണ് അല്ലെങ്കിൽ ടൂറിസം സ്പോട്ടുകളിൽ 12 മണിവരെ അനുവാദമുണ്ട്. അതിനെ ഏകീകരിച്ചു എന്നാണ് സർക്കാർ പറയുന്നത്. മറ്റുള്ളിടത്ത് 10 മണിവരെ, ടൂറിസം മേഖലയിൽ 12 മണിവരെ. എന്ത് ഭീകരമായ അരാജകത്വം, അല്ലെങ്കിൽ എന്ത് ഭീകരമായ നീതി നിഷേധം! ടൂറിസം മേഖലയിലുള്ളവർക്ക് 12 മണിവരെ കുടിക്കാം, ബാക്കിയുള്ളിടത്ത് 10 മണിവരെയോ? ഹായ്, മോശം! സർക്കാർ നയപരമായ തീരുമാനമെടുക്കാൻ എടുത്തത് ആകെ 3 ദിവസം. 3 ദിവസം തികച്ചെടുത്തില്ല. എല്ലാ കാര്യത്തിനും ഹൈ സ്പീഡാണ്, വളരെ വേഗതയാണ്. ഒരു ഫയലും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. കാരണം അത് ജനത്തിന്റെ ജീവിതമാണ്, ആളുകളുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫയലും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്ന നയത്തിൽ